കന്നഡ നോവലിസ്റ്റ് ചന്ദ്രശേഖര കമ്പാർ കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷൻ. സംഘപരിവാർ നോമിനികളെല്ലാം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. മാധവ് കൗശിക് ഉപാധ്യക്ഷൻ. പ്രഭാവർമ്മ മലയാള ഭാഷാ പ്രതിനിധി. കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷനായി കന്നഡ സാഹിത്യകാരൻ ചന്ദ്രശേഖർ കമ്പാറിനെ തിരഞ്ഞെടുത്തു. BJP പിന്തുണയോടെ മത്സരിച്ച പ്രതിഭ റായിയാണ് കമ്പാർ പരാജയപ്പെടുത്തിയത്. ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിലും സംഘപരിവാർ നോമിനി തോറ്റു. നിർവാഹക സമിതിയിൽ മലയാളത്തിന്റെ പ്രതിനിധിയായി കവി പ്രഭാവർമ്മയെ തിരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാരിനോട് വിയോജിപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരിൽ നിന്ന് സാഹിത്യ അക്കാദമിയെ പിടിച്ചെടുക്കാനുള്ള BJP നീക്കമാണ് പാളിയത്. BJP പിന്തുണയോടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒറിയ എഴുത്തുകാരി പ്രതിഭ റായിക്ക് 29 വോട്ട് മാത്രമേ നേടാനായുള്ളൂ. സ്വതന്ത്ര പാനലുമായി മത്സരിച്ച ചന്ദ്രശേഖര കമ്പാർ 56 വോട്ട് നേടി. BJP പിന്തുണയോടെ മത്സരിച്ച നന്ദകിഷോർ പാണ്ഡെയെ പരാജയപ്പെടുത്തി ഡോക്ടർ മാധവ് കൗശിക് ഉപാധ്യക്ഷനായി. ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ വഹിച്ച പദവിയുടെ പാരമ്പര്യം നിലനിർത്തും വിധം പ്രവർത്തിക്കുമെന്ന് ചന്ദ്രശേഖർ കമ്പാർ പറഞ്ഞു. I continue the same thing as our elders and our previous presidents have done. I will do the same thing. നിർവാഹക സമിതി അംഗം, മലയാള ഭാഷാ കൺവീനർ എന്നീ പദവികളിലേക്ക് കവി പ്രഭാവർമ്മ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. BJP പിന്തുണയുണ്ടായിരുന്ന ഡോക്ടർ N. അജിത് കുമാർ മത്സരത്തിൽ നിന്ന് അവസാന നിമിഷം പിന്മാറി. രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം, രാജ്യത്ത് മതനിരപേക്ഷത നിലനിൽക്കണം, അക്കാദമിയുടെ സ്വയംഭരണാധികാരം നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സമൂഹം മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ആശ്വാസകരമായ ഒരു കാര്യമാണ്. നിർവാഹക സമിതിയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും BJPക്ക് കാര്യമായ സ്വാധീനം ചെലുത്താനായില്ല. അക്കാദമിയെ സ്വാധീനത്തിലാക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്ക് തടയിടുക എന്നതാകും പുതിയ ഭരണസമിതിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ നിന്നും PM ഷാഫിക്കൊപ്പം മുഹമ്മദ് നിസാർ, മീഡിയ 1. ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിലിൽ മലയാള അംഗങ്ങളിൽ ഒരാളായ ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തത്സമയമുണ്ട്. എഴുത്തുകാരൻ ശ്രീ അശോകൻ ചെരുവിൽ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. തപസ്യയുടെ സംസ്ഥാന സാഹിത്യ വിഭാഗം കൺവീനർ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഫ്ലോറിൽ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. പ്രമുഖ എഴുത്തുകാരി ശ്രീമതി സാറ ജോസഫ്, ഒപ്പം തന്നെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ N. അജിത് കുമാർ, അദ്ദേഹവും സമിതിയിലെ ജനറൽ കൗൺസിലിലെ മലയാള ഭാഷാ പ്രതിനിധികളിൽ ഒരാളാണ്. അദ്ദേഹവും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും ടെലഫോണിൽ. ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്, സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സാഹിത്യ അക്കാദമി തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഒരു കടുത്ത രാഷ്ട്രീയ മത്സരത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു മത്സരമാണ് നടന്നത്. ഒടുവിൽ നടന്ന വോട്ടെടുപ്പിൽ 29-നെതിരെ 56 വോട്ടുകൾക്കാണ് ഇപ്പോൾ കമ്പാറിൻ്റെ വിജയമുണ്ടായിരിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ കൊണ്ടുവന്ന നിരത്തിവെച്ച പാനലിന് വലിയ പരാജയം ഏൽക്കേണ്ടി വന്നു. പുരോഗമനവാദിക്കാരനായ പുരോഗമനാശയങ്ങളെ പിൻപറ്റുന്ന കമ്പാറിൻ്റെ വിജയം രാഷ്ട്രീയമായി എത്രത്തോളം പ്രസക്തമാണ്? ഏത് നിലയ്ക്കാണ് ഇതിനെ താങ്കൾ കാണുന്നത്? എന്ത് തരത്തിലുള്ള ചരടുവലികളാണ് ഇത്തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി തെരഞ്ഞെടുപ്പിൽ പിന്നാമ്പുറത്ത് നടന്നത്? ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു മത്സരമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നടന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജവഹർലാൽ നെഹ്റു ഭാവന ചെയ്ത ഒരു സാഹിത്യ അക്കാദമിയായിട്ട് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഡൽഹി കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് വരുന്നൊരു അധിനിവേശം ഈ അക്കാദമിയെയും പിടികൂടുമോ എന്നുള്ള ഭയം ഈ പുതിയ ജനറൽ കൗൺസിൽ വന്ന് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതിഭ റായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത മെസ്സേജുകളിൽ, അവർ അയച്ച കത്തുകളിൽ അവരുടെ ഭാഷ ഞങ്ങളെ അല്പം സംശയാകുലമാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ മാർക്സിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കത്തയച്ചത്. അവരാരാണ് എന്നവർ ഇങ്ങനെയുള്ള ഒരു കത്ത് എന്തോ ചില ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്, താങ്കൾ ക്ഷമിക്കണം. ഞാൻ ഉടൻ തന്നെ താങ്കളിലേക്ക് വരും. താങ്കളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പൂർത്തിയായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാങ്കേതിക പ്രശ്നമാണ്, താങ്കൾ ക്ഷമിക്കണം. ശ്രീ അശോകൻ ചെരുവിൽ, ഈ രാഷ്ട്രീയമായി ഇത്തരം സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കടന്നു കയറി സാംസ്കാരിക ദേശീയതയുടെ വക്താക്കളായവർ അവരുടെ സ്വന്തം അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ആക്ഷേപം ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിഷ്പക്ഷരായ അല്ലെങ്കിൽ
ഈ പുരോഗമന ആശയക്കാരായ എഴുത്തുകാരിൽ നിന്ന് നിരന്തരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനു മുൻപ് NBTയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സേതുവിനെ നീക്കിയതും പിന്നീട് ഈ അവാർഡുകൾ തിരികെ എഴുത്തുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധവും KS അച്യുതാനന്ദൻ്റെ രാജിയും അന്ന് അദ്ദേഹം അപകടകരമായ ചില ദിശയിലേക്ക് ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഈ സർക്കാരും അതിൻ്റെ സമീപനങ്ങളും എന്ന അർത്ഥത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് ഇടവച്ചിരുന്നു. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ തെരഞ്ഞെടുപ്പും ആ രീതിയിൽ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. വളരെ സുവ്യക്തമായി സുശക്തമായി ഒരു ചരടുവലി, ഒരു പിന്നാമ്പുറ നീക്കങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രതിഭ റായിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ ശ്രീ ബാലേന്ദ്രൻ വടക്കേടത്ത് അത് വിശദീകരിക്കുകയായിരുന്നു. അതിന് പിന്നിൽ ചില ചരടുവലികൾ നടക്കുകയും അവിടെ ഇത് സങ്കീർണമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. ഏത് നിലയ്ക്കാണ് ഇപ്പോൾ കമ്പാറണ്ടി വിജയത്തെ താങ്കൾ കാണുന്നത്? ഏത് നിലയ്ക്കാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കെല്ലാം ഈ ഒരു സാംസ്കാരിക ദേശീയതയുടെ വക്താക്കൾ കടന്നു വരുന്നതിനെ താങ്കൾ കാണുന്നത്? ഏത് നിലയ്ക്കാണ് ഇതിലെ രാഷ്ട്രീയ ഇടപെടലുകളെ താങ്കൾ കാണുന്നത്? ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഉണ്ടായ അക്കാഡമിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്. അത് സാധാരണ അക്കാഡമിയിൽ സംഭവിക്കാത്ത, അതായത് അക്കാഡമിയിൽ അന്ന് ദൗർഭാഗ്യകരമായി സംഭവിച്ചു. പ്രത്യേകിച്ചും അന്ന് കൽബുർഗി അതുപോലുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഉചിതമായ ഒരു പ്രതികരണം അക്കാഡമിയുടെ ഭാഗത്തുണ്ടായില്ല. അതിന് കാരണം പ്രധാനമായിട്ടും അക്കാഡമിയുടെ മേൽ സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു കരിനിഴൽ പോലെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ മലയാളത്തിലെ എഴുത്തുകാർ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രശസ്തരായ എഴുത്തുകാർ പലരും അക്കാഡമിയുമായിട്ടുള്ള അവരുടെ വിവിധ തരത്തിലുള്ള സഹകരണങ്ങളൊക്കെ വിട്ടുനിന്നത്. പക്ഷേ ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അക്കാഡമിയിൽ അതിൻ്റെ ആ ഒരു പാരമ്പര്യം, നേരത്തെ ബാലേന്ദ്രൻ വടക്കേടത്ത് സൂചിപ്പിച്ച പോലെ അക്കാഡമിയുടെ മഹത്തായ പാരമ്പര്യം, ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായി ആരംഭിച്ച അക്കാഡമി, ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രിയെ അക്കാഡമി പ്രസിഡൻറ്റിൻ്റെ ജോലിയിൽ ഇടപെടാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പദവി ഏറ്റെടുത്തത്. ആ ഒരു മഹത്തായ പാരമ്പര്യം അക്കാഡമിക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഇന്ത്യയിലെ എഴുത്തുകാർ, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എഴുത്തുകാർ അക്കാര്യത്തിൽ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. കാരണം നമുക്കറിയാം, ഈ സാധാരണ നിലയ്ക്ക് അക്കാഡമിയിലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ചർച്ചാ വിഷയമാകേണ്ട കാര്യമില്ല. എഴുത്തുകാർ തമ്മിലുള്ള സാധാരണമായിട്ടുള്ള രണ്ട് എഴുത്തുകാർ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ള മത്സരങ്ങളാണ് സാധാരണ നടക്കാറ്. അത് അത്രമാത്രം സമൂഹത്തിൽ ചർച്ചാ വിഷയമാകാറില്ല. ഒരു കൗതുകത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ടാകാം. പക്ഷേ വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണോ എന്നുള്ളൊരാശങ്ക സ്വാഭാവികമായിട്ടും പത്രങ്ങളിൽ 2-3 ദിവസമായിട്ട് വന്നുകൊണ്ടിരുന്നു. കാരണം BJP, അധികാരത്തിലിരിക്കുന്ന BJP, അവർ ഇതിലിടപെടാൻ ശ്രമിക്കുന്നു, സാഹിത്യകാരന്മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, പാനലുണ്ടാക്കാൻ ശ്രമിക്കുന്നു, ആ പാനലിൽ വോട്ട് ചെയ്യാനായിട്ട് എഴുത്തുകാരെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നൊക്കെ പത്രങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള പത്രങ്ങളും ചാനലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. രാജ്യത്തെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് ആശങ്കയുണ്ടാകുന്ന കാര്യമാണ്. അതുമാത്രമല്ല, അതിന് മുമ്പ് തന്നെ കേട്ടിരുന്ന ചില സംഗതികൾ, ഈ അക്കാഡമിയിലേക്കുള്ള നോമിനേഷൻ സമയത്ത് പോലും ചില മേഖലകളിലൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായ തരത്തിലുള്ള ജനറൽ കൗൺസിലിനെ രൂപീകരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി സംഘപരിവാറിൻ്റെ ആൾക്കാർ നടത്തിക്കൊണ്ടിരുന്നതായിട്ടും ഒക്കെ വാർത്തയുണ്ടായിരുന്നു. എന്തുവരുന്നാലും അതൊന്നും സംഭവിക്കാതെ വളരെ നമ്മുടെ മത്സരം നടന്നു. അത് വളരെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഇന്ത്യയുടെ അഭിമാനകരമായ പാരമ്പര്യത്തിൻ്റെയും ഒരു വിജയമായിട്ട് അത് കലാശിച്ചു. അതിലൂടെ സംഘപരിവാറിനായാലും രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനായാലും എഴുത്തുകാർ ഒരു താക്കീത് നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ ഭയപ്പെടാൻ തയ്യാറല്ല. കാരണം ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും വലിയ തരത്തിലുള്ള ഭയപ്പെടുത്തലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളിലുള്ള എഴുത്തുകാർക്ക് ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലരും അവരുടെ പോസ്റ്റുകളിലൊക്കെ തന്നെ തങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാണ്. കൽബുർഗിക്കും ഗൗരി ലങ്കേഷിനും അതുപോലുള്ള എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ഒക്കെ നിങ്ങൾ ഉയർത്തിയ ആ ഭീഷണി, നിങ്ങൾ ഉയർത്തിയ ആയുധം
അത് നെഞ്ചിലേറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അർത്ഥത്തിൽ പോലും ചില പ്രതികരണങ്ങൾ ഇന്ത്യയിലെ വളരെ പ്രശസ്തരായ കവികളിൽ നിന്ന് പോലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും ട്വിറ്ററിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു നിമിഷം ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ അശോകൻ ചെരുവിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഒരൊറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പറയുന്ന സാംസ്കാരിക സംഘടനകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്കും അക്കാദമിക് സ്ഥാപനങ്ങളുടെയും അധികാരത്തിൽ കടന്നു കയറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. അത് കേവലമായ ഒരു ആക്ഷേപമല്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ് ICCR അതിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ള ഡോക്ടർ ലോകേഷ് ചന്ദ്രയെ പോലുള്ളവരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജാതി വ്യവസ്ഥ നിരവധി സംഭാവനകൾ നമ്മുടെ ചരിത്രത്തിന് നൽകിയിട്ടുണ്ട് എന്ന് പ്രബന്ധം എഴുതിയ വ്യക്തിയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെ ചെയർമാൻ Y സുദർശൻ റാവു. അങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ NBTയുടെ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്ന സേതുവിനെ മാറ്റുക, അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക, K സച്ചിദാനന്ദനെ പോലുള്ളവർ വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയമാണ്, ഈ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളെ നിഷേധിക്കുന്നൊരു രാഷ്ട്രീയം കടന്നു കയറിക്കുന്ന അധികാരത്തിൽ എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സമിതികളിൽ നിന്ന് അദ്ദേഹം ഇനി ഈ സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞു. ശക്തമായ പ്രതിഷേധം എഴുത്തുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അവർ അവാർഡുകൾ തിരിച്ചു നൽകുന്ന പ്രവണതയുണ്ടായി. ഇവിടെയും ഇതേ തരത്തിലുള്ളൊരു ഓപ്പറേഷനാണ് നടന്നത്. സംഘപരിവാർ സംഘടനകളിൽപ്പെട്ടവരെ അവരെ പിന്തുണയ്ക്കുന്ന അല്ല അവരുടെ ആശയങ്ങളുടെ പ്രചാരകരായി നിൽക്കുന്ന എഴുത്തുകാരെ പിന്തുണച്ചുകൊണ്ട് ഇതിൻ്റെ അധികാരസ്ഥാനം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ, ഈ പരാജയം നിങ്ങളൊരു താക്കീതായി മനസ്സിലാക്കിയെടുക്കുമോ? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദ്രശേഖര കമ്പാറിനും ഈ പ്രതിനിധികൾക്കും വിശേഷിച്ച് മലയാള ഭാഷാ പ്രതിനിധിയായിട്ട് വിജയിച്ച പ്രശസ്തനായ കവി പ്രഭാവർമ്മയ്ക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എനിക്ക് അവതരിപ്പിക്കാനുള്ളത്, ഇവിടെ ജനാധിപത്യപരമായ ഒരു ഇലക്ഷനാണ് നടന്നത് എന്നിവിടെ തന്നെ സൂചിപ്പിക്കപ്പെട്ടു. 2 പാനലുകളുണ്ടായി. ആ 2 പാനലുകൾ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ഇലക്ഷന് മത്സരിച്ചു. അങ്ങനെ ഒരു മത്സരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പാനലേ വിജയിക്കും. ഇവിടെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഔദ്യോഗിക തലത്തിൽ ഒരു പാനൽ മുന്നോട്ട് വെക്കുകയോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ അപഹസിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയതായിട്ടോ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പലതും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. പ്രതിഭാ റായി സംഘപരിവാറിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് എത്രയോ തവണ സംസാരിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ ബാലചന്ദ്രൻ വടക്കേടത്ത് അദ്ദേഹം പ്രധാനപ്പെട്ട മലയാളത്തിലൊരു വിമർശകനാണ്. അദ്ദേഹം പറഞ്ഞു, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളല്ല പ്രതിഭാ റായി. അദ്ദേഹം ഞാനൊരു മാർക്സിസ്റ്റ് അല്ല എന്ന് പ്രതിഭാ റായി പറഞ്ഞു, കത്തയച്ചു എന്നാണ്. മാർക്സിസ്റ്റ് അല്ലെന്നല്ലേ പറഞ്ഞത്? RSSകാരാണെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്നോ പ്രതിഭാ റായി പറഞ്ഞില്ലല്ലോ. ഞാൻ മാർക്സിസ്റ്റ് അല്ല എന്ന് പറയാൻ പോലും ഉള്ള ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം പ്രതിഭാ റായിയെ പോലുള്ള പ്രശസ്തയായ എഴുത്തുകാരിക്കില്ലേ? അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാപനമെന്ന നിലയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയെ നോക്കിക്കാണുന്ന ഒരു സമീപനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പുലർത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ളൊരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തി എന്ന് പറയുന്നത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതൽ വരുന്ന ഒരു കാര്യമാണ്. വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് താല്പര്യമുള്ള ആളുകൾ വരുന്നത് കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഈ അശോകൻ ചെരുവിൽ എന്താണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലൊക്കെ ആരൊക്കെയാണ് വരുന്നത്? പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് വരുന്നത്. വൈശാഖൻ വന്നു, അതോടൊപ്പം തന്നെ KP മോഹനെ പോലുള്ള ആളുകൾ വന്നു. നമ്മൾ അതിനൊന്നും നിരസിക്കുകയോ എതിർക്കുകയോ അല്ല. കാരണം ജനാധിപത്യപരമായി വിജയിച്ച ഒരു സർക്കാരിന് ആ സർക്കാർ നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ സത്യസന്ധമായിട്ട് ആലോചിച്ചാൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ അത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തോ വലിയ അപകടമാണെന്ന് പറയുന്ന നിലപാടിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കേരള ലളിതകലാ അക്കാദമി ആണെങ്കിലും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വളരെ സത്യസന്ധമായിട്ട് ഈ വിഷയത്തെ നോക്കിക്കണ്ടാൽ അത് സ്വാഭാവികമാണ്. ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഡോക്ടർ ബൽദേവ് ശർമ്മയുടെ ഇപ്പോൾ NBTയുടെ അധ്യക്ഷനായ ഡോക്ടർ ബൽദേവ് ശർമ്മയുടെ കാര്യമായാലും താങ്കൾ ഇവിടെ പറഞ്ഞ ലളിതകലാ അക്കാദമിയുടെ കാര്യമായാലും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിൻ്റെ കാര്യമായാലും നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ കാര്യമായാലും ICHRൻ്റെ കാര്യമായാലും ഇനി പറഞ്ഞ കൾച്ചറൽ റിസർച്ചിൻ്റെ കാര്യമായാലും ഇവിടെയൊക്കെ സംഘപരിവാർ അനുകൂലികളായ ആളുകളെ കൊണ്ടുപോയി സ്ഥാപിക്കുകയും
ഈ ചരിത്രരചനയിൽ, സാംസ്കാരിക പഠനങ്ങളിൽ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിനിമയങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സാംസ്കാരിക ദേശീയത, ഹൈന്ദവ ദേശീയതയുടെ വക്താക്കളായവരെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയും അതുവഴി വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്ന നിരീക്ഷണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണ് താങ്കൾക്ക് ഖണ്ഡിക്കാൻ കഴിയുക? അത്തരം നിരീക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും എതിർപക്ഷത്തുള്ളവർ നിരന്തരമായിട്ട് ഉന്നയിക്കാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പുള്ള സർക്കാരുകൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? വളരെ സ്വതന്ത്രരായ ആളുകളെയാണോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്? അല്ലല്ലോ. അപ്പോൾ കാലാകാലങ്ങളിലായി ഭരണകൂടം അത്തരത്തിലുള്ള നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്താത്തിടത്തോളം കാലം, ആശയപരമായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നിടത്തോളം കാലം അതിനെ നമുക്ക് നിഷേധിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കേന്ദ്ര ഭരണം BJP ഒരു സൈനിക അട്ടിമറിയിലൂടെ നേടിയെടുത്തതല്ല, ജനകീയമായ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് വന്ന ഒരു സർക്കാരിന് അത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞ സ്ഥാപനങ്ങളുടെ സംബന്ധിച്ചത് ശരിയാണ്. പക്ഷേ കേന്ദ്ര സാഹിത്യ അക്കാദമി ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രഭാവർമ്മ, ബാലേന്ദ്രൻ വടക്കേടത്ത്, അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് ഡോക്ടർ N. അജിത് കുമാർ, ഇവർ 3 പേരിൽ ആര് ജയിച്ചാലും മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബാലേന്ദ്രൻ വടക്കേടത്ത് അറിയപ്പെടുന്ന സാഹിത്യ വിമർശകനാണ്. ഡോക്ടർ N. അജിത് കുമാർ, അദ്ദേഹം മലയാളത്തിൽ PhD ബിരുദമുള്ള നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. പ്രഭാവർമ്മ കേരളത്തിൽ അറിയപ്പെടുന്ന കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന സന്ദർഭത്തിൽ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ഞാനാണ്. അപ്പം ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടുമില്ല. ഞാൻ വരാം. ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്, ജനാധിപത്യ രീതിയിൽ നടന്നൊരു തിരഞ്ഞെടുപ്പാണല്ലോ. അവിടെ ജനാധിപത്യപരമായ മര്യാദകൾ പാലിച്ച് നടന്നതാണ്. അതിൽ മറ്റട്ടിമറികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത്. പിന്നെ സ്വാഭാവികമായി അധികാരത്തിലിരിക്കുന്നവർ, അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരോട് അടുത്തു നിൽക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ ആശയപ്രചാരകരായവരെ അതത് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു പുതിയ കീഴ്വഴക്കമല്ല. ഇതൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ചരടുവലികൾ ഏത് സ്വഭാവത്തിലുള്ളതാണ്? താങ്കൾ അത് വിശദീകരിക്കുന്നതിനിടയിലാണ് നേരത്തെ ചെറിയ ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായത്. താങ്കൾ അത് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇതിന് മറുപടി പറയുമെന്ന് ഞാൻ കരുതുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു വഴക്കമാണ്. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ അതാത് സർക്കാരുകൾ വരുമ്പോൾ അക്കാദമികളുടെ ഭാരവാഹികളെ മാറ്റാറുണ്ട്. അത് സ്വാഭാവികമായി കുറച്ചു കാലമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും ആഗ്രഹിച്ചത് എഴുത്തുകാരുടെ ഒരു സ്വതന്ത്ര ബോഡിയായി അക്കാദമി നിലനിൽക്കണമെന്നും അവിടുത്തെ എല്ലാവരെയും അക്കാദമിയുടെ എഴുത്തുകാർ തന്നെ തിരഞ്ഞെടുക്കണമെന്നുമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അക്കാദമിയുടെ ജനറൽ കൗൺസിലെ അംഗത്തിലേക്ക് വരുമ്പോൾ നോമിനേഷനുകളിലൂടെ വരുന്ന എഴുത്തുകാരെ കഴിഞ്ഞ കമ്മിറ്റിയാണ് ഞങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ ഭരണകൂടമല്ല. ഒരു പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയല്ല ഞങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതുപോലെ തന്നെ സ്വതന്ത്രമായി നടക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായിട്ടാണ് നടന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് എത്തുന്നതിന് മുമ്പ് കുറച്ച് നാളുകളായി നടന്ന ചില അഭ്യാസങ്ങളും കുറച്ച് നാളുകളായി ഉണ്ടായ ചില ക്യാമ്പയിനുകളുമാണ് ഞങ്ങൾ ഈ സംശയത്തിലേക്ക് പല ആളുകളെയും കൊണ്ടു ചെന്നാക്കിയത്. പ്രത്യേകിച്ച് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരെ പോലും അങ്ങോട്ട് കൊണ്ടു ചെന്നെത്തിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സംഘപരിവാറിനെ പോലെയുള്ള സംഘടനകൾ വളരെ സ്വകാര്യമായി എഴുത്തുകാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടന്നത്. പ്രതിഭാറായി BJPയുടെ കാൻഡിഡേറ്റായിട്ട് വന്ന ആളല്ല. പ്രതിഭാബായി സാഹിത്യ അക്കാദമിയുടെ കഴിഞ്ഞ കമ്മിറ്റി മത്സരത്തിന് അർഹതയുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ് അവർ അംഗീകരിക്കപ്പെട്ടത്. പക്ഷേ അവർ മത്സരരംഗത്ത് വരാൻ തയ്യാറായതിനു ശേഷം, അല്ലെങ്കിൽ ആ തീരുമാനം വന്നതിന് ശേഷം അവരുടെ പിറവിൽ സംഘപരിവാർ കൂടിച്ചേരുകയും അവരെ ആ രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവരുടെ കത്ത് വളരെയധികം സംശയമുണ്ടാക്കുന്ന കത്താണ്. അപ്പോൾ എനിക്ക് എഴുതിയ കത്തിൽ പറയുന്നത് ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്നാണ്. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനാണോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണോ എന്നുള്ള വിഭാഗീയല്ല. ഞങ്ങൾ എഴുത്തുകാരെന്ന രീതിയിൽ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന എഴുത്തുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ആലോചിച്ചത് ഇങ്ങനെയുള്ള പുറത്തു നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ ആ ഇടപെടലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടായി. കാരണം അതൊരിക്കലും ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് അനുപേക്ഷണീയമല്ല. സാഹിത്യ അക്കാദമിയുടെ ഒരു നെഹ്റൂവിയൻ പാരമ്പര്യത്തിന് അത് അനുപേക്ഷണീയമല്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ മത്സരത്തിൽ നിന്ന് മാറി നിന്നത്. കാരണം പ്രഭാവനം വന്നാലും എനിക്ക് വിരോധമില്ല. പക്ഷേ സംഘപരിവാറിനെ പോലെയുള്ള ആളുകൾ അധികാരത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ട് സീനിയറായിട്ടുള്ള ഞാൻ പോലും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്.
അക്കാഡമി സെക്കുലർ ആയിരിക്കണം എന്ന് വിചാരിച്ച എഴുത്തുകാരാണ് ഞങ്ങളെപ്പോലെയുള്ള എഴുത്തുകാർ. പക്ഷെ ആ സെക്കുലറിസത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് തകർത്ത് കളയാം എന്ന് ഏതെങ്കിലും ഒരു ശക്തി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തിയെ അംഗീകരിക്കാൻ ഇന്ത്യയിലെ എഴുത്തുകാരൻ, അല്ലെങ്കിൽ സാംസ്കാരിക പ്രബുദ്ധതയുള്ള എഴുത്തുകാരൻ, സങ്കുചിതത്വമില്ലാത്ത എഴുത്തുകാരൻ, മതാത്മകതയില്ലാത്ത എഴുത്തുകാരൻ, ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി വാദിക്കുന്ന എഴുത്തുകാരൻ തയ്യാറാകും എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കേണ്ട ഒരു കടമ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ കമ്പറിലൂടെ പ്രകടിപ്പിച്ചു എന്നാണ്, കൗശിക്കിലൂടെ പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എഴുത്തുകാരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എഴുത്തുകാർ രാഷ്ട്രീയത്തിന് അപ്പുറമല്ല, അവർ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന ആളുകളല്ല. പല സന്ദർഭങ്ങളിലും ചില പ്രത്യേകമായ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളോട് ഒട്ടി നിൽക്കുകയോ അവയുമായി സമരസപ്പെട്ടു പോവുകയോ തരാതരം മാറുകയോ നിലപാടുകളിൽ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്യുന്നത്. അത് സ്ഥാനലബ്ധിക്കാകാം, സ്ഥാനം മോഹിച്ചിട്ടാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആലങ്കാരിക പദവികൾ ആഗ്രഹിച്ചിട്ടാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് പുറത്താകാം. അങ്ങനെ ഉണ്ടാകുന്ന മനംമാറ്റങ്ങൾ വരുന്ന എഴുത്തുകാരെയും നമ്മൾ പരിചയിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ സച്ചിദാനന്ദനെ പോലുള്ളവർ, ശ്രീ സച്ചിദാനന്ദനെ പോലുള്ളവർ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടുന്ന തരത്തിലുള്ള ഒരു അധികാര പ്രയോഗത്തിനെതിരെ ഈ അക്കാദമിയിൽ ഇനി അംഗത്വം വേണ്ട എന്ന നിലയിൽ അവാർഡുകൾ തിരിച്ചു നൽകി ഒരു വലിയ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് തുടക്കമിട്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. ഇവിടെ നേരത്തെ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഈ അതാത് സമയങ്ങളിൽ അധികാരത്തിലിരിക്കുന്നവർ, അവർക്ക് താല്പര്യമുള്ള, അവരോട് ചേർന്ന് നിൽക്കുന്ന, അവർക്ക് ഗുണമുള്ളതെന്ന് കരുതുന്നവരെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പുതിയ കീഴ്വഴക്കമല്ല എന്ന്. അപ്പോൾ ഈ മതേതരത്വത്തിന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ കൂടുതൽ സങ്കീർണമായ ഒരു അവസ്ഥ പുതുതായി സൃഷ്ടിക്കപ്പെട്ടതാണോ? ഈ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ ഇവിടെ വരുന്നതും ഈ പറയുന്ന ഹൈന്ദവ ആശയങ്ങളുടെ വക്താക്കൾ ഈ സ്ഥാനത്ത് വരുന്നതും തമ്മിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ഏത് തരത്തിലുള്ളതാണ്? എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ അപകടകരമാണെന്ന് താങ്കളെ പോലുള്ളവർ വിശ്വസിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചത് കേരളത്തിലെ അക്കാദമിയും കേന്ദ്രത്തിലെ അക്കാദമിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ അക്കാദമിയിൽ ആരാണ് വരുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് ഈ രണ്ട് അക്കാദമികളുടെയും സ്വഭാവങ്ങളിൽ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നേരത്തെ അത് ബാലേന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ കേരള സാഹിത്യ അക്കാദമിയിൽ 2 വട്ടം ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അത് ഉണ്ടായിരുന്ന കാലത്തായാലും ഇപ്പോൾ ഇല്ലാത്ത കാലത്തായാലും കേരള സാഹിത്യ അക്കാദമിയിലേക്കുള്ള പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നോമിനേഷൻ, കുറച്ചൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു തെരഞ്ഞെടുപ്പൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും പ്രധാനമായിട്ടും പ്രസിഡൻ്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡൻറ്റ്, ട്രഷറർ പോലുള്ള പോസ്റ്റുകളും ജനറൽ കൗൺസിലിലെ ഭൂരിഭാഗം അംഗങ്ങളെയും ഒക്കെ തന്നെ സർക്കാർ അയക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയോട് ഞാൻ ഒരു കാലഘട്ടത്തിലും എനിക്ക് ആത്മാർത്ഥമായി യോജിപ്പുണ്ടായിട്ടില്ല. എൻ്റെയൊക്കെ ഒരു സ്വപ്നം തീർച്ചയായിട്ടും കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നതും അത് എത്ര കാലം നിലനിൽക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അതിൻ്റെ നിയമങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടതാണ്. അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനൊന്നും അപകടം പറ്റാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേന്ദ്ര ലളിതകലാ അക്കാദമിക്കും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ മുമ്പുണ്ടായിരുന്നത് പോലുള്ള ജനാധിപത്യപരമായ രീതികളൊക്കെ കൈമോശം വന്നിരിക്കുന്നതായിട്ടാണ് ഞാൻ കുറച്ചു കാലം മുമ്പ് കേൾക്കാനിടയായത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മറച്ചു വെച്ചുകൊണ്ടാണ്, അതായത് കേന്ദ്ര അക്കാദമിയുടെ ആ മഹത്തായിട്ടുള്ള ആ ഒരു പാരമ്പര്യവും എഴുത്തുകാരുടെ മേഖലയിൽ മാത്രം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതായത് അവർ യോജിച്ചിട്ടും അവർ വിയോജിച്ചിട്ടും അവരുടെ ക്യാമ്പയിനും ഒക്കെയായിട്ട് അവർ നടത്തിയിരുന്ന ഒരു സംഗതിയിലേക്കാണ് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കടന്നു കയറാനായിട്ട് സംഘപരിവാർ തയ്യാറായി എന്നുള്ളതാണ്. അതൊരു അപകടകരമായ സൂചനയാണ്. അത് അപകടകരമായ സൂചനയാവുന്നത് അത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതുകൊണ്ടുകൂടിയാണ്. പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഘപരിവാറിന് ഇന്നത്തെ അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാംസ്കാരിക മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ആ മേഖലയിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നു. സിനിമയിൽ, നാടകത്തിൽ ഒക്കെ തന്നെ അത് എന്താണ് അവർക്കെതിരായിട്ട് ജനവികാരം പ്രതിഫലിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് അത് നിലനിൽക്കുന്നിടത്തോളം കാലം തങ്ങൾക്ക് അപകടമാണ് എന്നുള്ള കാര്യം മാത്രമല്ല അതിനുള്ളത്. പൊതുവെ സംസ്കാരത്തോട് സംഘപരിവാർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. കാരണം ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവാദാത്മകമായ
ബഹുസ്വരതയിൽ അടിയുറച്ചു നിൽക്കുന്ന വളരെ കാലത്തെ പഴക്കവുമുള്ള നമ്മുടെ മഹാന്മാരായിട്ടുള്ള ചിന്തകന്മാരുമൊക്കെ തന്നെ ലോകത്തിൻ്റെ മുമ്പാകെ പോയി വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചിട്ടുള്ളതുമായ ആ ഒരു ജനാധിപത്യം എന്ന് പറയാവുന്ന, മതേതരം എന്ന് പോലും പറയാവുന്ന ആ ഒരു സംസ്കാരമാണ് വാസ്തവത്തിൽ സംഘപരിവാറിന് ഇന്ത്യയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ അതിനെ, ആ ബഹുവിധമായ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് എഴുത്തുകാർ. അപ്പോൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, അവരുടേതായിട്ടുള്ള രചനകളിലൂടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അനുഭവങ്ങൾ പറയുന്നു. ഇതൊക്കെ തന്നെ തുടക്കം മുതൽ തന്നെ, കാരണം എല്ലാ തരത്തിലുള്ള ഈ മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഏകാധിപതികളും അല്ലാത്ത ഏകാധിപതികളും ഒക്കെ തന്നെ പലപ്പോഴും അവർക്ക് അനുഭവമുണ്ട്. ഈ എഴുത്തിൻ്റെ മേഖലയിൽ നിന്നും കലയുടെ മേഖലയിൽ നിന്നുമൊക്കെ തന്നെ അവർക്ക് തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ ഒരുപക്ഷെ അതായിരിക്കാം അവർക്കെതിരായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് തുടക്കം സമയത്ത് തന്നെ BJP അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആ ഘട്ടത്തിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള എഴുത്തുകാർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ അത് രണ്ട് തരത്തിലാണ് നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒന്ന്, ഭരണകൂടത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ, നേരത്തെ ചരിത്ര കൗൺസിലും മറ്റും സെൻസർ ബോർഡിലും അതുപോലെ തന്നെ നമ്മുടെ ഫിലിം യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. അത് സർക്കാരിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട്. സാധാരണ ഫാസിസ്റ്റോ അല്ലെങ്കിൽ ഏകാധിപത്യമോ ഒക്കെ പറയുമ്പോൾ സർക്കാരിൻ്റെ ഇടപെടലും പോലീസിൻ്റെ കടന്നുവരവുമാണ് എഴുത്തുകാരൻ എപ്പോഴും പ്രതീക്ഷിക്കുക. കാരണം എഴുത്തുമുറിയിലേക്ക് പോലീസ് വരുന്നുണ്ടോ, നീ എന്താണ് എഴുതുന്നത്, നിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കട്ടെ, ഇതെന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പോലീസാണ് കടന്നു വരാറ്. പക്ഷേ ഇവിടെ പോലീസും കടന്നു വരുന്നു, അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ രാജ്യത്ത് മുഴുവനുള്ള വിവിധ സംഘങ്ങളിൽ അണിനിരുന്നുള്ള വോളണ്ടിയർമാരും കടന്നു വരുന്നു. ഞാൻ ഇടപെടുകയാണ്. പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ഈ വിമർശനമാണ് എല്ലാ കാലത്തും നിങ്ങൾ നേരിടുന്നത്. ഒന്ന്, ഏകശിലാത്മകവും ഒരു പരിധിക്കപ്പുറം മതാത്മകവുമായ ഒരു ദേശീയതയെ, ഒരു സാംസ്കാരിക ദേശീയതയെ പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുക. അതായത് ചരിത്രരചനയുടെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ ശ്രീ അശോകൻ ചെരുവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമ, സാംസ്കാരിക മേഖല, എഴുത്ത് തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും, അതായത് രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന, അതിൻ്റെ ബഹുസ്വരതയെ പ്രതിനിധാനം ചെയ്യുന്ന, അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള വൈരുദ്ധ്യതകളെയും കൊണ്ടുവരുന്ന അത്തരം സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളെ നിങ്ങൾ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം മേഖലകളിലേക്ക് കടന്നു കയറാനും അത് തിരുത്താനുമുള്ള ശ്രമം. അത് ചരിത്രരചനയായാലും സാംസ്കാരിക രംഗത്തെ ചിഹ്നങ്ങളെ മാറ്റുന്ന കാര്യത്തിലായാലും. അതിനാണ് താങ്കൾ മറുപടി പറയേണ്ടത്. ഞാൻ പറഞ്ഞു, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഘടനയും കേരള സാഹിത്യ അക്കാദമിയുടെ ഘടനയും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയിൽ കേരള സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് അശോകൻ ചെരുവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എൻ്റെ ഘടന അതാണ്. ആ കേരള സാഹിത്യ അക്കാദമിയുടെ ചുമതലയിൽ നിന്നയാളാണ് അശോകൻ ചെരുവിൽ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം PSCയുടെ ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പദവിയിലേക്ക് എത്തുന്നത് കേരള സർക്കാർ ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോഴാണ്. ബാലേന്ദ്രൻ വടക്കേടത്ത് കലാമണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അവർ ആ സ്ഥാനത്തൊക്കെ ഇരിക്കാൻ യോഗ്യരാണ്. ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല. കാരണം എഴുത്തുകാർ ആ സ്ഥാനത്തൊക്കെ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭരണകൂടങ്ങളും അവരുമായി താല്പര്യമുള്ളവരെ അതാത് സ്ഥാനങ്ങളിലേക്ക് എത്തിക്കും. അത് ഭരണകൂടത്തിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അക്കാദമി ഇലക്ഷൻ ഇവർ 3 പേരും കൂടെ ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. പ്രഭാവർമ്മയെപ്പോലുള്ള എഴുത്തുകാരനെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാതെ പോയത്? വളരെ ഗൗരവമായൊരു വിഷയമല്ലേ. അദ്ദേഹത്തിന് പിന്തുണ കിട്ടിയതും അദ്ദേഹത്തിനെ പ്രപ്പോസ് ചെയ്തതും കേരളത്തിന് വെളിയിൽ നിന്നുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് മലയാളത്തിൽ? അതല്ല എൻ്റെ ചോദ്യം. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിൽ അപകടമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം ഇവിടെ സച്ചിദാനന്ദൻ ജനാധിപത്യവാദിയായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, വളരെ ലളിതമായൊരു ചോദ്യമാണ്, അതിനൊരു ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് നടന്നു. ആരൊക്കെയാണ് പങ്കെടുത്തത്? ആരൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടത്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായ, കേരള സാഹിത്യ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ P. വത്സല, പ്രശസ്തയായ നോവലിസ്റ്റ്, അവരെ ഒഴിവാക്കി. P. ശ്രീധരനുണ്ണി ഒഴിവാക്കി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ PM നാരായണനെ ഒഴിവാക്കി. മലയത്തപ്പുണ്ണി ഒഴിവാക്കി. P. K. ഗോപിയെ പോലുള്ളവരെ ഒഴിവാക്കി. അപ്പോൾ ഇവരെയൊക്കെ ഒഴിവാക്കിയവരാണ് കനയ്യകുമാറിനെയും T. സ്റ്റാർ സദൽവാദിനെയും ഒക്കെ കൊണ്ടുവന്ന് സംസാരിച്ചത്. അവരൊക്കെ വരട്ടെ, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. ആശയപരമായ വിയോജിപ്പുകളൊക്കെ നിലനിൽക്കട്ടെ. പക്ഷേ ജനാധിപത്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടി വാദിക്കുന്നവർ കാര്യങ്ങളോടടുക്കുമ്പം ഏറ്റവും ജനാധിപത്യ വിരുദ്ധരായിട്ട് മാറുന്ന സത്യവും കൂടി ബാലേന്ദ്രൻ വടക്കേടത്തിനെ പോലുള്ള ആളുകളും അശോകൻ ചെരുവിലിനെ പോലുള്ള ആളുകളും അതും കൂടി ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. എപ്പോഴും സംഘപരിവാർ ഫാസിസം എന്ന്
നമ്മളതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഒരു വിധത്തിലുള്ള അവിഹിതമായ ഇടപെടലും ഉണ്ടായിട്ടില്ല. പ്രതിഭ റായിയുടെ കാര്യം ബാലേന്ദ്രൻ വടക്കേടത്ത് അദ്ദേഹം ഇതിലെ മെമ്പറും കൂടിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു പ്രതിഭ റായി ആ രീതിയിലുള്ളൊരു പരിശ്രമമല്ല നടത്തിയത്. ഇലക്ഷനോട് അടുപ്പിച്ച് ചില നീക്കങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. സ്വാഭാവികമല്ലേ, ഇലക്ഷൻ ആകുമ്പോൾ ജയിക്കാൻ വേണ്ടി പാനലുകളുണ്ടാകും. അവരൊരിക്കലും അവിടെ ഒരു കോലാഹലം ഉണ്ടാക്കിയില്ല. അവർ ഇലക്ഷനിൽ മത്സരിച്ചു, ഒരു വിഭാഗം ജയിച്ചു. അതല്ലാതെ ഇതെല്ലാം പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നവർ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച സ്ഥാപനങ്ങളുടെ അധികാര പദവിയിൽ ഇരുന്നവരാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു വൈരുദ്ധ്യവും. ഇതിൽ പഞ്ചാബിൽ നിന്നുള്ള എഴുത്തുകാരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനായിരുന്നു BJP ആദ്യം ശ്രമിച്ചത്. അത് കൗൺസിലിൽ എതിർപ്പുകൾ വരുന്നു, മാറ്റുന്നു. പിന്നീടാണ് പ്രതിഭ റായിയെ പിന്തുണയ്ക്കാം എന്നൊരു തീരുമാനം അവർ എടുക്കുന്നത്. അവിടെയാണ് നേരത്തെ ശ്രീ ബാലേന്ദ്രൻ വടക്കെടുത്ത് പറഞ്ഞ ഒരു കത്ത് വരുന്നു, ഞാൻ ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. അവിടെ പ്രതിഭ റായി പിന്നീട് ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു വ്യക്തിത്വമായി മാറി എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശരിയല്ല. ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ സംഘപരിവാർ ആണെന്നാണോ? രണ്ടാമത്തെ കാര്യം, കാലാകാലങ്ങളിലായി മാർക്സിസ്റ്റ് പാർട്ടി കേന്ദ്ര സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപെടലുകളിൽ എതിർപ്പുള്ള ധാരാളം ആളുകൾ സ്വാഭാവികമായിട്ട് ആ കൂട്ടത്തിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ 29 വോട്ട് കിട്ടിയത്? അതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ ജനാധിപത്യമാകുമ്പോൾ അത്തരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളിലൊക്കെ അതാത് ഭരണകൂടങ്ങൾ അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതല്ലാതെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സ്വയംഭരണത്തിന് ഹാനികരമായൊരു നിലപാട് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് സോളിഡായിട്ടുള്ള ഒരു എവിഡൻസ് പോലും ഇവർക്കൊന്നും സൂചിപ്പിക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ആ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ തന്നെ സംഘപരിവാർ സംഘടനകളുടെ ആശയ പ്രചാരകരുടെ ഭാഗത്ത് നിൽക്കുന്നവരാണ്. അത് ICHRന്റെ കാര്യത്തിലായാലും ശരി, പിന്നീട് അങ്ങോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ സാംസ്കാരിക അക്കാദമിക് സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്നവർ സംഘപരിവാർ സംഘടനകളോട് താല്പര്യമുള്ളവരാണ്. ICHR കൊടുത്തിട്ടുള്ള പ്രോജക്റ്റുകളെ ഒന്ന് പരിശോധിക്കാം. PK പോക്കറിനെ പോലുള്ള ആൾക്ക് ICPRന്റെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സച്ചിദാനന്ദന് പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫെലോഷിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നതല്ല, വാസ്തവ വിരുദ്ധമാണ്. ഒറ്റ കാര്യം വേണമെങ്കിൽ ചെയ്യാം. അസഹിഷ്ണുത, അസ്വസ്ഥത പെരുകി വരുമ്പം 2019 ഇലക്ഷൻ നടക്കാൻ പോവല്ലേ, ഇലക്ഷനിലൂടെ ജനങ്ങളുടെ മാൻഡേറ്റ് നേടിയിട്ട് ഇതിനൊക്കെ എതിർക്കാം. ജനകീയമായ അംഗീകാരം നേടിയ ഒരു സർക്കാർ അജിത് കുമാർ താങ്കൾ ടെലിഫോണിലുണ്ടല്ലോ അല്ലേ? പുരോഗമന പക്ഷത്തിന്റെ ചന്ദ്രശേഖര കമ്പാറിന്റെ വിജയം BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും ഏറ്റൊരു തിരിച്ചടിയല്ലേ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതിനകത്തൊരു രാഷ്ട്രീയമായ ഇലക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ടോണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധാപൂർവ്വം പറയുന്നു. പിന്നെ പ്രതിഭ റായിയുടെ ആ ലെറ്ററിനകത്ത് ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞെന്ന്, അതിനകത്ത് വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഐ എം നോട്ട് എ ഫെമിനിസ്റ്റ്, ഐ എം നോട്ട് പിന്നെ ഞാനൊരു രാഷ്ട്രീയവുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നാണ്. ഞാനത് അവരോട് ചോദിച്ചിരുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞത് എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആക്കാനുള്ളൊരു ശ്രമം വ്യാപകമായിട്ടുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അപ്പോൾ പ്രതിഭ റായിയുടെ പിറകെ നടന്നത് ആര്? അതൊരു ചോദ്യമാണ്. രണ്ടാമത്, എന്നോട് ചന്ദ്രശേഖര കമ്പറിന് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടത് സംഘപരിവാറിൽ നിന്നുള്ള ചിലർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും. പിന്നെ C രാധാകൃഷ്ണൻ സാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രൻ അതിനകത്ത് ആവശ്യപ്പെട്ടവരിൽ കുറെ പേര് സംഘപരിവാറിന്റെ ആളുകളാണ്. അപ്പൊ അതിനെന്ത് പറയാൻ പറ്റും? അവർ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ തന്നെ ഞെട്ടുന്ന വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് എന്റെ മനസ്സിലേക്ക് വരുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് വ്യക്തതയില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ എന്നോട് ആവശ്യപ്പെട്ടതിൽ സംഘപരിവാറിന്റെ ആളുകളുണ്ട്, ചന്ദ്രശേഖര കമ്പറിന്. അതേസമയം പ്രതിഭ റായിക്ക് വോട്ട് ചെയ്യാനായിട്ട് വേറെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, സംഘപരിവാറിന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? അപ്പൊ ഇതൊക്കെ മാർജിനലൈസ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ വിവാദം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് എഴുത്തുകാരുടെയും രാഷ്ട്രീയത്തിനും തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ഏർപ്പാട് ശരിയല്ല. ആ കാര്യം ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഇതിനകത്ത് അവിടെ ഊരുന്ന ഒരു ഇലക്ഷനിലും എനിക്ക് ഒരു രാഷ്ട്രീയം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. താങ്കൾ ടെലിഫോണിൽ ഉണ്ടാകണം, ദയവായി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബാലേന്ദ്രൻ വടക്കെടുത്ത് താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ഞാനിതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഓരോ ലൈൻ പറയാണ്. ഇപ്പോൾ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഒരു പ്രത്യേക രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടല്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്.
ഞാൻ തികച്ചും ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ശ്രമിച്ചത് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലാണ്. എൻ്റെ അഭിപ്രായങ്ങൾ പലതും അങ്ങനെയാണ്. എല്ലാവരും കൂടിയിരുന്ന്, ഓരോ ഭാഷയിലുള്ള എല്ലാവരും കൂടിയിരുന്ന് അവരുടെ കൺവീനറെ നിശ്ചയിക്കുകയും അതാണ് ഏറ്റവും സദാചാരപരമായ ഒരു നിലപാട് എന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത, എല്ലാ ഭാഷാ രംഗത്തും വന്ന എഴുത്തുകാർ ഒരു ലോബിയിങ് നടത്തുന്ന രീതിയാണ് ഞാൻ അവിടെ കണ്ടത്. അല്ല, ശ്രീ ബാലേന്ദ്രൻ വടക്കേടത്ത് ഈ പ്രതിഭ റായിയെ മുന്നിൽ നിർത്തി അക്കാദമിയിൽ ചുവടുറപ്പിക്കാനുള്ള സംഘപരിവാർ നീക്കം നടന്നിട്ടുണ്ടോ, ഉണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഉത്തരമായിരിക്കും അജിത് കുമാറിന് വേണ്ടത്. ഞാൻ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം പല ഭാഗത്തും ഇപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള ചില എഴുത്തുകാർ, പഞ്ചാബിൽ നിന്നുള്ള ചില എഴുത്തുകാർ ഞങ്ങളുമായി സംഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞത് പ്രതിഭ റായി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. പക്ഷേ സാഹിത്യ അക്കാദമിയുടെ കഴിഞ്ഞ കൗൺസിൽ അവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് തീരുമാനിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക രാഷ്ട്രീയവും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ അവർ കാൻഡിഡേറ്റായി മാറിയതോടുകൂടി വിജയത്തിന് വേണ്ടിയിട്ടാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അവരുടെ പിറകിൽ സംഘപരിവാറിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു, അവരെ നിയന്ത്രിച്ചത് സംഘപരിവാറായിരുന്നു എന്നാണ് പല ഭാഗത്തും പല ഭാഷയിൽ നിന്നും വന്നിട്ടുള്ള എഴുത്തുകാർ ഞങ്ങളോട് ആശയവിനിമയം ചെയ്തിട്ടുള്ളത്. അത് ഇന്നല്ല, തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആ രീതിയിലുള്ള വർത്തമാനങ്ങൾ, ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ക്യാമ്പയിൻ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഭാഷാ സമ്മേളനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഓരോ ഭാഷയിലെയും കൺവീനർമാരെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അവിടെ ലോബിയിങ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, 2 അംഗങ്ങളുള്ള ഒരു ഭാഷയിൽ പോലും ഈ 2 പേര് മത്സരിക്കാൻ തയ്യാറായി. പക്ഷേ ഇവരെ പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ ഭാഷകൾ. അവർക്ക് 2 പേർക്കും ആലോചിച്ച് ആരാണ് അവിടുത്തെ കൺവീനറാകണമെന്ന് തീരുമാനിച്ചാൽ പോരെ. അപ്പം അങ്ങനെ എഴുത്തുകാരെ ഒരു ലോബിയിങ്ങിലേക്ക് കൊണ്ടുവരികയും ഇത് ഭാവിയിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സാഹിത്യ അക്കാദമിയെ കൊണ്ടുപോവുകയും ചെയ്യുമോ എന്ന ഒരു ഭീതിയിൽ നിന്നാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സംഘപരിവാറിന് വേണ്ടിയും സംഘപരിവാർ അനുകൂലമായും വിരുദ്ധമായും 2 തരം പ്രചാരണങ്ങൾക്കൊടുവിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നത്. അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അത് തീർച്ചയായിട്ടും അവിടെ മത്സരിച്ച പല ആളുകളും സംഘപരിവാറിൻ്റെ ആളുകളാണ്. അതാണ് ഞാൻ പറയാൻ കാരണം. ആ രീതിയിൽ തന്നെയാണ് അവിടെ മത്സരം നടന്നത്. അല്ലാത്തവരും തമ്മിലൊരു വേർതിരിവ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരുകൾ ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു സമീപനം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്തെന്നാണ് പറയേണ്ടത്, നമ്മുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നടത്തുക. ഒരു ഭാഷയിലും ഭാഷാ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പ് നടക്കാറില്ല. അവരവർ പറഞ്ഞ വിശ്വാസത്തിൻ്റെ പേരിൽ കൈപൊക്കി വോട്ട് ചെയ്യുന്ന രീതിയാണ്. അവിടെ ഒരു നിർബന്ധമുണ്ടായി, രഹസ്യ ബാലറ്റ് നടത്തണം എന്നൊരു നിർബന്ധമുണ്ടായി. അവിടെ ഏതോ ഒരു ഭാഷയിൽ നിന്ന് വന്ന ഹിന്ദിയിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരൻ ഈ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോലും തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് നടക്കുന്നതിന് മുമ്പ് അഭിപ്രായ പ്രകടനം നടത്തിയതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. കഴിഞ്ഞ 2 ദിവസമായി അത് ഞങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഹ്റൂവിയൻ പാരമ്പര്യം മുന്നോട്ട് വെച്ചിട്ടുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയെ ഒരു രാഷ്ട്രീയവൽകൃത അക്കാദമിയാക്കി മാറ്റുന്നത് ഒരു ശരിയല്ല. അതെങ്കിലും ഇന്ത്യയിൽ ഒരു പ്രതീകമായി നിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ അജിത് കുമാർ, ഈ സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി അവർ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ക്യാമ്പയിനിങ് നടക്കുമ്പോഴാണ് സംഘവിരുദ്ധ ക്യാമ്പയിൻ കൂടി നടന്ന് ഇത് രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അവിടെ ഈ 29-നെതിരെ 56 വോട്ടുകൾക്ക് കമ്പാർ ജയിക്കുമ്പോൾ അത് സംഘപരിവാർ സംഘടനകളുടെ ഇത് പിടിച്ചടക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്കേറ്റ പരാജയമായാണ് വ്യാഖ്യാനിക്കുക. തെറ്റാണത്, വേറൊന്നും കൊണ്ടല്ല. ഇന്ന് ഇദ്ദേഹം പറയുന്നത് പോലെ നോക്കിക്കഴിഞ്ഞാൽ 24 ഭാഷകളാണ് പ്രതിനിധികളാണ് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ചന്ദ്രശേഖരൻ BJPക്കാർ വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന അപകടമില്ലേ? അതൊരു അടിസ്ഥാനപരമായ ആരോപണമല്ലേ? അല്ലല്ല, ആരോപണമല്ല, എന്നോട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അംഗീകരിക്കുന്നു. അല്ല, ഞാൻ ആരോപത്തിലല്ല പറയുന്നത്. എന്നോട് പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞു. എന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. എനിക്ക് നിർബന്ധമൊന്നുമല്ല വിശ്വസിക്കണമെന്ന്. എന്നോട് പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞു. ഇനി താങ്കൾ പറയുന്നതാണ് ശരി എന്ന് എല്ലാവരും സമ്മതിക്കുകയാണ്. എനിക്കൊരു വിരോധമില്ലെന്നേ.
ഞാനെന്താ അങ്ങനെയൊന്നും കാണുന്ന ഒരാളല്ല. അല്ല, ഞാൻ സമ്മതിക്കാനല്ല പറയണത്. ഒരു മിനിറ്റ്. എനിക്കും കൂടെ സംസാരിക്കാൻ തീർച്ചയായിട്ടും ശ്രീ ബാലേന്ദ്രൻ വടക്കേടത്ത് ഒരു നിമിഷം ഞാൻ ഇടപെടട്ടെ. ഡോക്ടർ അജിത് കുമാർ ഒരു നിമിഷം. ശ്രീ ബാലേന്ദ്രൻ വടക്കേടത്ത് ഡോക്ടർ അജിത് കുമാർ ഞാൻ വരാം. ശ്രീ ബാലേന്ദ്രൻ വടക്കേടത്ത് ഡോക്ടർ അജിത് കുമാർ താങ്കൾ ആദ്യം പറയൂ, ഞാൻ അദ്ദേഹത്തിലേക്ക് പിന്നീട് പോകും. ഡോക്ടർ അജിത് കുമാർ താങ്കൾ ആദ്യം പറയൂ. ഞാൻ പറഞ്ഞു എന്നെ സംസാരിക്കാൻ അനുവദിക്കാം. താങ്കളെ സംസാരിക്കാൻ അനുവദിക്കുന്നു. താങ്കൾ പറയും. ഇന്ന് ആകെപ്പാട് അവിടെ ഇലക്ഷൻ നടന്നത് 24 ഭാഷകളാണ് പ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അതിൽ 10 ഭാഷകളുടെ പ്രതിനിധികളെ മാത്രമേ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. 14 ഭാഷകളിലെ യാതൊരു കാരണവശാലും ഇലക്ഷൻ നടന്നിട്ടില്ല. എന്ത് ലോബിങ്ങാണ് ഉണ്ടായിരുന്നത്? എനിക്കത് അനുഭവപ്പെട്ടിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയതുമില്ല. ഇനി ഇതിനകത്ത് തന്നെ നിന്നവരുടെ രാഷ്ട്രീയം നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അവർ എത്ര പേർക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ട് അല്ല എന്നുള്ളത് അന്വേഷിച്ചു നോക്കുക. എല്ലാം സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ശേഷമല്ലേ ആരോപണങ്ങൾ. അല്ല, ശ്രീ അജിത് കുമാർ ഇവിടെ ഈ ശ്രീ ബാലേന്ദ്രൻ വടക്കേടത്ത് ചോദിച്ചത് എന്ത് പറഞ്ഞാണ് താങ്കൾ അദ്ദേഹത്തോട് വോട്ട് ചോദിച്ചത് എന്നൊരു ചോദ്യം അദ്ദേഹം ഇതിനിടയിൽ എറിഞ്ഞു. അരെ ഞാനിപ്പോ വേറൊന്നുമല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഞാൻ അന്ന് അതിനകത്ത് ഒരു കാര്യം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത്രയുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് രാഷ്ട്രീയത്തെയും അതേപോലെ ഈ സാഹിത്യത്തെയും കലയും ഒക്കെ കൂട്ടിക്കെട്ടാൻ നടക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. സച്ചിദാനന്ദനെ പോലുള്ള ഒരു വ്യക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേ തരത്തിലുള്ള ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം വന്നു നിന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ചില രാഷ്ട്രീയക്കാരുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കി നിർത്തണമെന്ന് പറയുന്നതിൽ എന്ത് ജനാധിപത്യം ഉള്ളത്? നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് അല്ല, അദ്ദേഹം അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള മോദി സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് അന്ന് ഇനി അംഗത്വം വേണ്ട എന്ന് തീരുമാനിച്ചത്. പരസ്യമായി പ്രഖ്യാപിച്ച് നിലപാടെടുത്തുകൊണ്ടാണ് അദ്ദേഹം മാറുന്നത്. കവി കെ സച്ചിദാനന്ദൻ ചെയ്തത്. അല്ല, ഞാൻ പറഞ്ഞ ഇതേ പറയുന്ന മോദി സർക്കാരിന്റെ സമീപത്ത് ചെന്ന് അദ്ദേഹം എങ്ങനെയാണ് സിംല സാഹിത്യ പരിഷത്തിൽ മെമ്പറായത്? നിങ്ങൾ പറയൂ. അദ്ദേഹം എങ്ങനെയാണ് 20 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നിന്ന് വാങ്ങുന്നത്? എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കേന്ദ്ര അക്കാദമി ഫെലോഷിപ്പുകളും മറ്റുമൊക്കെ വാങ്ങുന്നതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സത്യമാണെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെയൊന്നും ഇല്ലാത്ത ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തിൽ മാത്രം വരുന്നത്? എന്ത് ജനാധിപത്യ മര്യാദ ഇല്ലായ്മയാണ് അവിടെ കണ്ടത്? ഇദ്ദേഹം ഇത് ഫ്രീക്വന്റ് ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്. അതെങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഒന്നും പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ ഈ നിലപാടിനെ എതിർത്തുകൊണ്ടാണ് വാസ്തവത്തിൽ നിൽക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയത്. അവസാനം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പ്രഭാവർമ്മ തന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം എന്നോട് വോട്ട് ചോദിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പലരും എന്നോട് വോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ച സന്ദർഭത്തിൽ എന്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു 2 ടൈം മാത്രമേ എനിക്കുള്ളൂ, ഒരു ടൈം എനിക്ക് ഈ ടൈമോടുകൂടി അവസാനിക്കുകയാണ്, ഇപ്പൊ ഒന്ന് വരണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അത് ഞാൻ പരിഗണിക്കണം. പ്രഭാവർമ്മയുടെ ഒരു ചന്ദനനാഴി എന്ന് പറയുന്ന കവിതയ്ക്ക് ആസ്വാദനം എഴുതിയ ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോലെയുണ്ട് തീവ്രമായ നിലപാടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഞാനിതാ ഒരു നിമിഷം വരുന്നത്. ശ്രീ ബാലേന്ദ്രൻ വടക്കേടത്ത് താങ്കൾ നേരത്തെ പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ താങ്കൾ ഡോക്ടർ അജിത് കുമാറിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് പറഞ്ഞാണ് താങ്കളോട് വോട്ട് ചോദിച്ചത് എന്നാണ്. അതറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. എന്ത് പറഞ്ഞാണ് അജിത് കുമാർ താങ്കളോട് വോട്ട്? അല്ലല്ല, ഒരു മിനിറ്റ് ചോദ്യം ബാലേന്ദ്രൻ വടക്കേടത്ത് ചോദിച്ചത്. എന്നോട് അജിത് കുമാർ ചോദിച്ചത്, എൻ്റെ സംഘടന പറഞ്ഞിരിക്കുന്നു എന്നോട് മത്സരിക്കാൻ, ഞാൻ അതുകൊണ്ട് മത്സരിക്കുന്നു, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അങ്ങനെയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ നമ്മളെല്ലാവരും കൂടിയിരുന്ന് ആര് വേണം നമ്മുടെ കൺവീനർ എന്ന് നമുക്ക് ആലോചിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ അജിതൻ പറഞ്ഞു, അത് പറ്റില്ല, നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ സംഘടന എന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഏതാണ് സംഘടന? ഞാൻ മനസ്സിലാക്കുന്നത് അത് സംഘപരിവാർ സംഘടനയാണ് എന്നാണ്. അജിത് എൻ്റെ സുഹൃത്താണ്. അജിതിന് സംഘപരിവാറുമായി ബന്ധമുണ്ടെന്ന് അജിത് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അജിത് പറയുന്നതെങ്കിൽ അതിൻ്റെ പിറകിൽ വളരെ വ്യക്തമായൊരു പ്ലാനിങ് നടന്നിട്ടുണ്ടാവണ്ടേ? അത് തന്നെയല്ലേ ഉദാഹരണം. സംഘപരിവാർ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അജിത് കുമാറല്ലേ? എൻ്റെ സുഹൃത്തല്ലേ? ഞാൻ അജിനോട് പറഞ്ഞല്ലോ, എനിക്കൊരു വൈരാഗ്യത്തിലല്ല ഞാൻ പറയുന്നത്, ഇതൊരു ഐഡിയോളജിക്കൽ ക്രൈസിസ് ആണ്, ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. അപ്പോൾ അജിത് എന്നോട് പറഞ്ഞു, എൻ്റെ സംഘടന എന്നോട് പറഞ്ഞിരിക്കുന്നു. ഏത് സംഘടന? ഞാൻ BJP ആണ്, എനിക്ക് സംഘപരിവാറുമായി ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ മത്സരിക്കുന്നതെങ്കിൽ ഞാൻ വോട്ട് ചെയ്യില്ല. നമ്മൾ 3 പേരുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ചിരുന്ന് ആരാണ് കൺവീനർ ആകേണ്ടതെന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാമല്ലോ. പക്ഷെ തീരുമാനിക്കാൻ അജിത് തയ്യാറായില്ലല്ലോ, അജിത് സംസാരിക്കാൻ തയ്യാറായില്ലല്ലോ അതിനെക്കുറിച്ച്. ഡോക്ടർ അജിത് കുമാർ, അതാണല്ലോ മലയാള ഭാഷയുടെ സംസ്കാരത്തെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാവണ്ടേ?
ക്ഷമിക്കണം, എനിക്ക് സംസാരിക്കാൻ അനുവദിച്ചാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. താങ്കൾ സംസാരിക്കൂ. ഇദ്ദേഹം അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ടാവും, അതവിടെ നിൽക്കട്ടെ, അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ സംഘടന എന്ന് പറയുന്നത് സച്ചിദാനന്ദന്റെ ഈ ഒരു സമീപനം, ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനത്തിനെതിരെ നിഷ്പക്ഷനായ എഴുത്തുകാരൻ്റെ ഒരു സംഘടന രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ സംഘടന എന്നോട് നിർദ്ദേശിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഞാൻ വേറൊരു സംഘടനയും നിർദ്ദേശിച്ചിട്ടില്ല. എന്റെ കൂട്ടത്തിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ ചിലർ പറയുന്നുണ്ട്, എനിക്ക് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേഷൻ വന്നപ്പോൾ ഒരു സംഘടനയുടെയും പിൻബലത്തിലല്ല നോമിനേഷൻ വന്നത്, യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള നോമിനേഷനായിട്ടാണ് വന്നത്. അത് വന്നപ്പോൾ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് അഭിനന്ദനമായിട്ട് എത്തിയിട്ടുള്ളത് എന്റെ പ്രദേശത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFIയുടെ പ്രവർത്തകരാണ്. എന്റെ മുമ്പിൽ വന്ന അവരാണ്. വേറെ ഒരൊറ്റ സംഘപരിവാറിന് ഒരാൾ പോലും എന്നെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിട്ടില്ല. ഇത് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ശരി തന്നെ, അദ്ദേഹം എന്നോട് നിലപാട് പറഞ്ഞു വെച്ചു. എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്, ആ നിലപാടിനൊത്ത് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിൽ വിരോധമൊന്നുമില്ല. ഞാൻ സൗഹൃദത്തിന്റെ എന്തടിസ്ഥാനത്തിൽ എന്നോട് ചോദിച്ചെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സംഘടന എന്ന് പറയുന്നത് നിഷ്പക്ഷരായ എഴുത്തുകാരുടെ ഒരു സംഘടന. ഇതിനെതിരെ ഒരു നീക്കം പോലെ നമ്മൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് ആ സംഘടനയെ ഉദ്ദേശിച്ചാണ്. അല്ല, അപ്പോ ഇത് എഴുത്തുകാരും മാത്രമാണ്, ഇതിൽ മറ്റ് രാഷ്ട്രീയമില്ല, മറ്റ് താല്പര്യങ്ങളില്ല എന്നൊക്കെ ഡോക്ടർ അജിത് കുമാർ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ചില താല്പര്യങ്ങളുണ്ട്. അതിപ്പോൾ സച്ചിദാനന്ദനെതിരായി നിൽക്കുന്ന ഈ പറയുന്ന സ്വതന്ത്ര എഴുത്തുകാരുടെ സംഘടന, താങ്കൾ പറയുന്ന സംഘടനയായാലും അതല്ല ശ്രീ ബാലേന്ദ്രൻ വടക്കേടുത്ത് പറയുന്ന അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഏതായാലും ഇതിൽ രാഷ്ട്രീയം ഒരു വിഷയമായിരുന്നു എന്നത് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന്, തർക്കത്തിൽ നിന്ന് സാമാന്യ ബുദ്ധിയാൽ മനസ്സിലാക്കാൻ കഴിയാം. ഞങ്ങളുടെ ഇടയിൽ ആ വിശ്വാസമില്ല. ഞങ്ങളുടെ ഇടയിൽ വരുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന ആരെ സംബന്ധിച്ചിടത്തോളമായാലും വരുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. നമ്മൾ അത് കൂട്ടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എല്ലാ വിഭാഗത്തിലുള്ള രാഷ്ട്രീയക്കാരും ഉണ്ട്. ഒരു രാഷ്ട്രീയവുമില്ല, ഒരു രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ്. പൊതുവിൽ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തണമെന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയുമാണ് ഞാൻ ഇടപെടുകയാണ്. ശ്രീ അശോകൻ ചെരുവിൽ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ശ്രീ അശോകൻ ചെരുവിൽ, അതായത് നേരത്തെ ഇവിടെ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, അതാത് കാലത്തെ ഭരണ നേതൃത്വത്തിന് അവരുടെ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അവർക്ക് താല്പര്യമുള്ള വ്യക്തികളെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുക സ്വാഭാവികമാണ്. അത് അതാത് കാലങ്ങളിലെ ഈ ഭരണ കാലത്തെ ഈ സ്ഥാനങ്ങളിൽ ഇരുന്നവരുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം. അതാണ് പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. എൻ്റെ ചോദ്യം, അക്കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്വതന്ത്ര ഇടതുപക്ഷ ചിന്തകരോ അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങളുടെ വാഹകരോ അതല്ലെങ്കിൽ നവ ഇടതുപക്ഷ ആശയങ്ങളുടെ പ്രചാരകരോ ഒക്കെ ആയ ആളുകൾ ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വരുന്നതിൽ നിന്നും എന്തുതരം അപകടമാണ് അല്ലെങ്കിൽ എന്തുതരം വ്യത്യാസമാണ് ഈ സംഘപരിവാർ സംഘടനകളെ അല്ലെങ്കിൽ അവരുടെ ആശയ പ്രചാരകർ ഇത്തരം സ്ഥാനങ്ങളിൽ എത്തുന്നതിൽ താങ്കൾ കാണുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സംസ്കാരത്തിൽ ഇടപെടാനും അതിനെ വളരെ സങ്കുചിതമായ ഇന്ത്യൻ സംസ്കാരത്തെ അതിൻ്റെ സംവാദാത്മകതയിൽ നിന്ന് കടർത്തി മാറ്റി, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഏകശിലാത്മകമായ രീതിയിലേക്ക്, അതായത് അതിനെപ്പറ്റി വിശദീകരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്. കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങളും അതിൻ്റെ ഇടയിൽ ഹിംസാത്മകമായ ഒരു പൗരോഹിത്യ മതത്തെ, അത് ഒരു ന്യൂനപക്ഷമാണ്, പക്ഷേ ഹിംസാത്മകമായതുകൊണ്ട്, ആയുധം കയ്യിലുള്ളത് കൊണ്ട് അതിന് പലപ്പോഴും മേധാവിത്വം വഹിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മേലെ മറ്റുള്ളതിനെയൊക്കെ അടിച്ചമർത്താൻ കഴിഞ്ഞു. അതിനെ വീണ്ടും ഇന്ത്യൻ സംസ്കാരമാക്കി, അത് മാത്രം ഇന്ത്യൻ സംസ്കാരമാക്കി സ്ഥാപിച്ചെടുക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നമ്മുടെ സംഘപരിവാർ കക്ഷികളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പ്രധാനമായിട്ടും ഊന്നുന്നത് സംസ്കാരത്തിൽ ഇടപെടാനാണ്, സാഹിത്യത്തിൽ ഇടപെടാനാണ്, കവിതയിൽ ഇടപെടാനാണ്, സിനിമയിൽ ഇടപെടാനാണ്. ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് അവർക്ക് നേടാൻ കഴിയുക. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇന്ത്യൻ സംസ്കാരത്തിൽ, മഹത്തായ ഇന്ത്യൻ സംസ്കാരത്തെ അട്ടിമറിക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ എതിർപ്പിനെ പല രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എതിർപ്പ് വരും. കാരണം അങ്ങേയറ്റം രൂക്ഷമായ രീതിയിലാണ് ജനങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, സാമ്പത്തികമായിട്ടും നികുതിയുടെ ഭാഗമായിട്ടും നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ. അപ്പോൾ എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊക്കെ സിനിമയിൽ വരും. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴ് സിനിമയ്ക്കെതിരായിട്ട് അവിടുത്തെ BJP നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രധാനമായിട്ടും ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ മോഡി ഗവൺമെൻറ്റിനോട് ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക്
തടയിടാനും സാഹിത്യകാരന്മാരെ ഭീഷണിപ്പെടുത്താൻ, അവരെ നാവടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. ഇപ്പോൾ നമ്മൾ നോക്കുക, കേരളത്തിൽ നമ്മുടെ കുരിപ്പുഴയ്ക്കെതിരായ ആക്രമണം. ഞാൻ ആദ്യഘട്ടത്തിൽ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരെങ്കിലും പെട്ടെന്ന് കുരിപ്പുഴയോട് ദേഷ്യമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കൊല്ലല്ലേ, അദ്ദേഹത്തിൻ്റെ യുക്തിവാദി പ്രവർത്തനങ്ങളോടോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളോടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമുള്ള ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ ഒഴിച്ചു തള്ളുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും നമ്മുടെ BJP നേതാക്കന്മാരോ സംഘപരിവാർ നേതാക്കന്മാരോ ഒക്കെ അക്കാര്യത്തിൽ ക്ഷമ ചോദിക്കും. കാരണം അവരൊക്കെ BJP പ്രവർത്തകരായിരുന്നു എങ്കിൽ പോലും ഒരു കവിയെ ആക്രമിച്ചു എന്നുള്ള നിലയ്ക്ക് അവരൊക്കെ വന്നിട്ട് ഈ കാര്യത്തിൽ ക്ഷമ ചോദിക്കുകയും ഇനി അങ്ങനെ ഉണ്ടാവരുത്, ഒരു സമാധാന അന്തരീക്ഷമാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ അവർ പറയും എന്നാണ് ഒരു ശുദ്ധഗതി കൊണ്ട് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അവിടെ കുരിപ്പുഴയെ ആക്രമിക്കാൻ വന്നവർക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത് ശരിയാണ്. സമയം തീരെ കുറവാണ്. താങ്കളുടെ മറുപടി 1 മിനിറ്റിൽ, കാരണം അത്ര സമയം താങ്കളോട് പറയാതെ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സച്ചിദാനന്ദന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു മറുപടിയും കിട്ടാത്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അത് മറക്കുന്നത് സ്വാഭാവികമാണ്. കുരിപ്പുഴയുടെ കാര്യത്തിൽ ഉള്ള കാര്യം വളരെ വ്യക്തമായില്ലേ, വളരെ സത്യസന്ധമായിട്ട് വ്യക്തമായില്ലേ. അദ്ദേഹത്തിന് നേരെ ഒരു കയ്യേറ്റം ഉണ്ടായില്ല, പ്രതിഷേധം ഉണ്ടായി. ആ സന്ദർഭത്തിൽ അതിൻ്റെ ചുമതലയുള്ള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ആൾ പരസ്യമായി മാപ്പ് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസംഗങ്ങളുടെ സ്വഭാവവും ഒക്കെ വളരെ വ്യക്തമായിട്ട് കേരളീയ സമൂഹം മനസ്സിലാക്കി. അത് മാത്രമായിട്ടൊരു ചർച്ച നടത്തുകയാണെങ്കിൽ അതിന് വരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാനൊരു സംഘടനയുടെ ആളാണ് എന്ന് പറഞ്ഞ് അജിത് സാർ വോട്ട് ചോദിച്ചു എന്നാണ് ആദരണീയനായ ബാലേന്ദ്രൻ വടക്കേടത്ത് അങ്ങനെ സൂചിപ്പിച്ചിരുന്നു. ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളാണ് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വടക്കേടത്ത് അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകനാണ്. ഇത് ഞാനൊരു മോശം കാര്യമായിട്ടല്ല കരുതുന്നത്. അങ്ങനെ ഒരാളോട് ഡോക്ടർ എൻ അജിത് കുമാർ ഞാൻ ഇന്ന സംഘടനയിൽപ്പെട്ട ആളാണ്, വോട്ട് ചെയ്യണം എന്ന് പറയും എന്നത് തന്നെ ഒരു വലിയ തമാശ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഡോക്ടർ എൻ അജിത് കുമാറിനെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത് അജിത് കുമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖര കമ്പാറിന് വോട്ട് ചെയ്യണമെന്ന് പരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുള്ളവർ പറഞ്ഞു എന്ന് അജിത് സാർ പറഞ്ഞതിനെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? പുരോഗമന പക്ഷത്തിന്റെ ചന്ദ്രശേഖര കമ്പാർ വരുമ്പോൾ എന്ത് മാറ്റങ്ങൾ സംഘപരിവാറിനെ എതിർത്തിട്ടുണ്ട്. രാഷ്ട്രീയമായ നീക്കങ്ങളും സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നന്ദി പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ. സമയം കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ബാലേന്ദ്രൻ വടക്കേടത്ത്, ശ്രീ അശോകൻ ചെരുവിൽ, ഒപ്പം തന്നെ ഡോക്ടർ എൻ അജിത് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പൊളിമിക്സുമായി PT നാസറത്തും കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.